ഇപ്പോൾ കെട്ടിടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വോൾവറിനെയും ബ്രൂസിനെയും ഒമേഗ റെഡ് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ഒമേഗ റെഡ് മാത്രമല്ല, നമ്മുടെ ഡെഡ്പൂളും അവിടെ വരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെയും ബ്രൂസിനെയും അറ്റാക്ക് ചെയ്യാൻ വന്ന ഒമേഗ റെഡിനെയും ഡെഡ്പൂളിനെയും തോൽപ്പിച്ച് വോൾവറിൻ ബ്രൂസിനെയും കൊണ്ട് വേഗം അവിടെ നിന്ന് ഓടുകയാണ്. ആ ഓടുന്നതിനിടയിൽ വോൾവറിൻ ബ്രൂസിനോട് വേഗം ഹൾക്കായി മാറുവാൻ പറയുന്നുണ്ടെങ്കിലും ബ്രൂസ് അതിന് സമ്മതിക്കുന്നില്ല. അന്നേരം തന്നെ വോൾവറിൻ ബ്രൂസിനെ പിടിച്ചു നിർത്തിയിട്ട് മര്യാദയ്ക്ക് ഹൾക്കായി മാറാനും ഇല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നും ബ്രൂസിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ബ്രൂസ് തനിക്ക് അമിതമായ ദേഷ്യമോ വേദനയോ വന്നാൽ മാത്രമേ താൻ ഹൾക്കായി മാറുള്ളൂവെന്നും പക്ഷേ ഇപ്പോൾ തനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് വോൾവറിനോട് പറഞ്ഞതും അത് താൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വോൾവറിൻ ബ്രൂസിന്റെ വയറ്റിൽ കുത്തുകയാണ്. പക്ഷേ ഇപ്പോൾ ബ്രൂസ് ഹൾക്കായി മാറുന്നതിന് മുമ്പ് തന്നെ അവരുടെ അടുത്തേക്ക് സേബർ ടൂത്തും ബാക്കിയുള്ളവരും വരുന്നു. അപ്പോൾ തന്നെ വോൾവറിൻ അവരോട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ ഫൈറ്റിൽ നമ്മുടെ ഡെഡ്പൂളിന്റെ ഒരു കൈ വോൾവറിൻ 2 കഷ്ണമാക്കി മുറിക്കുകയാണ്. ഇപ്പോൾ തന്റെ കൈ വോൾവറിൻ മുറിച്ചത് കണ്ടതും ഡെഡ്പൂൾ നീ എന്ത് പരിപാടിയായി കാണിച്ചതെന്നും ഫൈറ്റ് തുടങ്ങിയതല്ലേ ഉള്ളുവെന്നും താനിനി ആ കൈ ശരിയാക്കി വരുന്നത് വരെ ആരും ഫൈറ്റ് ചെയ്യരുതെന്നും പറഞ്ഞ് ഡെഡ്പൂൾ ആ മുറിഞ്ഞ കൈ എടുത്ത് പഴയതുപോലെ ശരീരവുമായി യോജിപ്പിക്കാൻ നോക്കിയാണ്.